എന്റെ അനുമതിയില്ലാതെ, ഭരണകൂടത്തിന് അനുമതിയില്ലാതെ കയ്യുവെട്ടും കാലുവെട്ടും എന്നൊക്കെ പറയുന്നവര് ഇപ്പോഴും ഉണ്ട്. പുതിയ കാലത്ത് ഐദിയക്കും അർജുലക്കും ഖിലാഫക്കും വലഉസല്ലിമന്നക്കും അജ്മഈൻ, നിങ്ങളെ വലത്തെ കൈ വെട്ടും, ഇടത്തെ കാല് വെട്ടും, വലത്തെ കാല് വെട്ടും, ഇടത്തെ കൈ വെട്ടും, കുരിശിലേറ്റും ഞാൻ. പറയാൻ മടിയില്ലാത്ത സംഘങ്ങളും നേതാക്കന്മാരും അനുയായികളും ഒക്കെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലാണത്. വാക്കുകൾ അവസാനിക്കുന്നിടത്ത് വാള ഉണ്ടാവും. ഇവരുടെ വാക്കിനായിട്ടോ മൂർച്ച കൂടുക. വാക്കുകളിൽ നഷ്ടപ്പെടുമ്പോഴാണ് വാളിലേക്ക്, വെട്ടിലേക്ക്. ഫറോവയ്ക്ക് വാക്ക് നഷ്ടപ്പെട്ടു, ആശയങ്ങൾ നഷ്ടപ്പെട്ടു, ദർശനങ്ങൾ നഷ്ടപ്പെട്ടു. മൂസയെ നേരിടാനില്ല, വടിയില്ല എന്ന് മനസ്സിലായപ്പോൾ അയാൾ ഉടനെ പ്രഖ്യാപിച്ചു. ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കരുണാവതിയായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ നമ്മുടെ ജീവിതത്തിൽ ചെറിയതും വലിയതും രഹസ്യവും പരസ്യവും ഒറ്റക്കും കൂട്ടായിട്ടുമൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ഹിജറയുടെ മാസത്തിലാണ് നമ്മളുള്ളത്. മുഹറം മാസത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ മുഹറം 10-ൻ്റെ 9-ഉം 10-ഉം നോമ്പൊക്കെ മിക്കവാറും നമ്മളിൽ പെട്ട എല്ലാവരും എടുത്തിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും അപകടകാരിയായ ഒരു സംവിധാനത്തെ തകർത്ത് തരിപ്പണമാക്കിയതിൻ്റെ 3000 വർഷം പഴക്കമുള്ള ഒരു സംഭവത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് മുഹറം 9-ഉം 10-ഉം. സ്വേച്ഛാധിപതികളും ഏകാധിപതികളും സർവാധിപതികളും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മാരകവും ഭീകരവുമായ പ്രയോഗങ്ങൾ മനുഷ്യരുടെ മുകളിൽ നടത്തിയിട്ടുള്ള ഏതൊക്കെ സംവിധാനങ്ങളുണ്ടോ, മത സംവിധാനങ്ങളോ, രാഷ്ട്രീയ സംവിധാനങ്ങളോ, ഉദ്യോഗസ്ഥ സംവിധാനങ്ങളോ, അധികാര കേന്ദ്രങ്ങളോ, അത്തരം സംഗതികളുടെയൊക്കെ പ്രതീകമായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ള വ്യക്തിത്വമാണ് ഫിർഔൻ. വിശുദ്ധ ഖുർആൻ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു ത്വഗാ, നീ ഫിർഔനിൻ്റെ അടുത്തേക്ക് പോകണം. മൂസാ നബിയോട് അള്ളാഹു പറയുന്ന വർത്തമാനമാണത്. അതിൽ സൂക്ഷ്മമായ തലങ്ങളുണ്ട് ആ പ്രയോഗത്തിൽ. ഇദ്ഹബ് എന്ന് പറഞ്ഞാൽ നീ പോകുന്ന, ആരും കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. സംഘടന കൂടുണ്ടോ, നാട്ടുകാർ കൂടുണ്ടോ, കുടുംബക്കാർ കൂടുണ്ടോ, സമൂഹം ഈ നയത്തെ പിന്തുണക്കുന്നുണ്ടോ, ബാക്കിയുള്ളവരൊക്കെ അംഗീകരിച്ചിട്ടാണോ, അതായത് ആളുകളുടെ താല്പര്യത്തിന് വേണ്ടി ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ സമുദായമോ കുടുംബമോ പാർട്ടിയോ ദേശമോ ഭാഷ ഒന്നും കാത്തിക്കേണ്ട കാര്യമില്ല. താങ്കളോട് നമ്മൾ പറഞ്ഞ കാര്യം എന്താണോ അതുമായിട്ട് ഇദ്ഹബ് ഇലാ ഫിർഔൻ, ഫിർഔൻ്റെ അടുത്തേക്ക് പോകുമെന്നാണ് പറയുന്നത്. വായിക്കുമ്പോൾ വളരെ ലളിതമായ 2-3 പദങ്ങളെ അതിലുള്ളൂ. ഇദ്ഹബ് ഇലാ ഫിർഔൻ എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞിരുന്നു, മൂസാ നബിയെ പഠിക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഫിർഔനെ മനസ്സിലാക്കുക എന്നുള്ളത്. മൂസാ നബിയെ പഠിക്കണമെങ്കിൽ ഫിർഔനെ മനസ്സിലാക്കണം. ഫിർഔനെ മനസ്സിലായാലേ മൂസാ നബിയെ മനസ്സിലാവുള്ളൂ. ഇത് രണ്ടും തിരിയാത്തൊരു കാലത്താണ് നമ്മളുള്ളത്. മൂസാ നബി എന്തായിരുന്നു, ഫിർഔൻ ആരായിരുന്നു, മൂസാ നബി എന്താ ചെയ്തത്, ഫിർഔനോട് എങ്ങനെയാണ് ചെയ്തത്, ഇതൊന്നും അതിൻ്റെ ശരിയായ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്ത സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നത്തെ ഏറ്റവും വലിയ ഈജിപ്ത് എന്ന് പറഞ്ഞാൽ നാഗരികതയുടെ മിസർ. ഇപ്പോഴും നമ്മുടെ പത്രങ്ങളിലും ചാനലുകളിലും പരസ്യങ്ങളിലും ഒക്കെ ഈജിപ്തിലെ ടൂറിസവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കപ്പെടുന്ന പിരമിഡൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഫറോവമാർ. സൂറത്തുൽ ഫജ്റിൽ അള്ളാഹ് അതും പറയുന്നുണ്ട്, ഫിർഔന ദിൽ ഔതാദ്, ഗംഭീരമായ പിരമിഡുകൾ പണിത ഫറോവയെ അള്ളാഹ് എന്താ ചെയ്തത് എന്ന് ഈ കണ്ടില്ലേ. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് വഫിർഔന ദിൽ ഔതാദ് അല്ലദീന തഗൗ ഫിൽ ബിലാദ്. ഫിർഔന മാത്രമല്ല, ഇറമിനെയും ആദിനെയും സമൂദിനെയും ഒക്കെ എന്താണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തതെന്ന്, എന്ത് ചെയ്തു എന്നല്ല ചോദിച്ചത്, എങ്ങനെയാണല്ലോ ചെയ്തതെന്ന് നീ കണ്ടില്ലേ. അള്ളാഹ് എന്ത് ചെയ്തു എന്നുള്ളതിനേക്കാൾ ഭീകരമാണ് എങ്ങനെ എന്നുള്ള പ്രയോഗം. കുറച്ചും കൂടി ആഴത്തിനും സൂക്ഷ്മമായിട്ടൊക്കെ പഠിക്കാനുള്ള വകുപ്പ് അതിലുണ്ടാവും.
ആ ഫിർഔന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിർഔൻ മാത്രമല്ല, അതിൻ്റെ കൂടെ എണ്ണിപ്പറഞ്ഞ ഇറമും ആദും സമൂദും ഒക്കെ ചെയ്ത പണി അല്ലദീന തഗൗ, അവർ അക്രമം പ്രവർത്തിച്ചു. അതിരുകളില്ലാത്ത അക്രമം, ഒരു നിയമത്തെയും മാനിക്കാത്ത അക്രമം, ഭരണഘടനാ മൂല്യങ്ങൾ, ജുഡീഷ്യറി മൂല്യങ്ങൾ, ദൈവിക മൂല്യങ്ങൾ, മാനുഷിക മൂല്യങ്ങൾ, എല്ലാറ്റിനും ഒരു രേഖപ്പെടുത്തപ്പെട്ട നിയമ സംവിധാനങ്ങൾ ഉണ്ടാവും. അതൊന്നും പരിഗണിക്കാതെ അക്രമം ചെയ്യുന്നതിനാണ് തുകയാൻ എന്ന് പറയാം. ഇന്ത്യൻ ഭരണഘടനയെ അതിക്രമിച്ചുകൊണ്ട് ഒരു സംഘം പ്രവർത്തിക്കുന്നുണ്ടുള്ള ഒരു താവൂത്താണ്, തുകയാനുകളാണ് അവർ. പോലീസിനൊരു നിയമമുണ്ട്. ആ പോലീസിൻ്റെ നിയമത്തെ ഭേദിച്ചുകൊണ്ട് ഒരു പോലീസുകാരൻ ജാതിയോട്, മതത്തോട്, പാർട്ടിയോട്, സമുദായത്തോട്, വംശത്തോട്, സംഘത്തോടൊക്കെയുള്ള താല്പര്യങ്ങൾ പ്രകടിപ്പിച്ചാൽ ആ ഭരണഘടനയെ, ആ പോലീസിൻ്റെ നിയമത്തെ ലംഘിച്ചുകൊണ്ട് ചെയ്യുന്ന പണിയാണ് അയാൾ. ഒരു ഡോക്ടർക്കൊരു നിയമമുണ്ട്, ഒരു രോഗിയെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് അതൊരു എത്തിക്കൽ നിയമമാണ്. അതിൻ്റെ മൊറാലിറ്റിയും അതിൻ്റെ എല്ലാ നന്മകളും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു നിയമമാണ്. ഒരു കുറ്റവാളിയാണെങ്കിൽ പോലും അവൻ എന്ത് ചെയ്യണം? ഡോക്ടറുടെ മുമ്പിൽ വന്നാൽ അതിനെ ചികിത്സിക്കുക എന്നുള്ളത്. അതിന് പകരം ഡോക്ടർ ജാതി നോക്കി, മതം നോക്കി, സമുദായം നോക്കി, വർഗം നോക്കി, അവസരം നോക്കി, തക്കം നോക്കി, ലാഭം നോക്കിയൊക്കെയാണ് ചികിത്സകൾ നിർവഹിക്കുന്നതെങ്കിൽ ഇപ്പോൾ പാലിക്കേണ്ട, മാതാപിതാക്കൾ കുട്ടികളോട് പാലിക്കേണ്ട നിലപാടുകളുണ്ട്. അതൊരു ഘട്ടത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? കളഞ്ഞു പിടിക്കരുത്. മാതാപിതാക്കളോട് കുട്ടികൾ പെരുമാറേണ്ട ഒരു രീതിയുണ്ട്. അത് ഏത് ഘട്ടത്തിലും, ഒരു ഘട്ടത്തിലും എന്ത് ചെയ്യാൻ പാടില്ല? അതിനെ മുറകണ്ടം ചാടാൻ പാടില്ല. അപ്പം ലംഘിക്കാൻ പാടില്ലാത്ത, നിരാകരിക്കാൻ പാടില്ലാത്ത, നിഷേധിക്കാൻ പാടില്ലാത്ത നിയമങ്ങളെ സ്വന്തം അധികാര, സാമ്പത്തിക അല്ലെങ്കിൽ കുടുംബ എന്താണോ താല്പര്യം അതിനുവേണ്ടി ഭീകരമായി പ്രയോഗിക്കുന്നവരെയാണ് അറബിയിൽ തുകയാൻ എന്ന് പറയാം. അതിരുവിട്ട അക്രമം എന്നാണ് അതിൻ്റെ അർത്ഥം. സകല സീമകളും ലംഘിച്ചുകൊണ്ടുള്ള അതിക്രമങ്ങൾ. നിയമം നിങ്ങൾ വേറെ പഠിക്കേണ്ടതാണ്, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇന്ത്യൻ മുസ്ലിങ്ങളിൽ എങ്ങനെയാണ് ഇന്ത്യയിൽ അധികാരി വർഗം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭരണഘടനയ്ക്ക് അവിടെ പ്രസക്തിയില്ല, ജുഡീഷ്യറിക്ക് അവിടെ പ്രസക്തിയില്ല, നീതിന്യായ സംവിധാനങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല. ഈ സ്വഭാവത്തിൽ മിസ്റ്റർ ഫിർഔൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉമ്മത്തിനെ, അന്നത്തെ മുസ്ലിമീങ്ങളെ വളരെ നിഷ്ഠൂരമായ പീഡകൾക്ക് വിധേയമാക്കിയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് ഖുർആൻ ഇദ്ഹബ് ഇലാ ഫിർഔന, നീ ഫിർഔന്റെ അടുത്തേക്ക് പോകണം, ഇന്നഹു തഗ, അതിക്രമിയാണ് അയാൾ, എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അയാൾ. ആ ലംഘനത്തിലൂടെയാണ് അയാളുടെ അധികാരത്തെ നിലനിർത്തുന്നതും സംരക്ഷിക്കുന്നതും മുന്നോട്ട് നയിക്കുന്നതും ഒക്കെ നിയമങ്ങളെ പാലിച്ചുകൊണ്ടല്ല, നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടാണ്. പുറത്തേക്ക് പാലിക്കുന്നു എന്ന രീതിയിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും അകത്തളങ്ങളിൽ അതിനെ അകത്ത് നിന്ന് നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിൻ്റെ പച്ചയായ പരസ്യമായ അടയാളങ്ങളടക്കം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഫറോവ. അല്ലദീന തഗൗ ഫിൽ ബിലാദ്, നാടുകളിലൊക്കെ അതിക്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ. ഫിറൗനെയും ആദിനെയും ഇറമിനെയും സമൂദിനെയും എല്ലാം ഖുർആൻ അങ്ങനെയാണ് പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. നാട് എന്നുള്ളതിന് അവനവൻ ഭരിക്കുന്ന പ്രദേശമാകാം, അവനെൻ്റെ കീഴിലുള്ള പ്രദേശമാകാം, അത് വിശാലമായി മൊത്തം ലോകത്തെ കണ്ടുകൊണ്ടുള്ള പ്രയോഗമാകാം. അധികാരവും അതിൻ്റെ പരിധിയും വിശാലതയും ഒക്കെ എവിടെയാണോ ഉള്ളത് അവിടെയൊക്കെയും കുഴപ്പങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. ഈ ഫിറൗന് സ്വന്തം അടയാളപ്പെടുത്തിയതാണ് ഈ പിരമിഡും സ്ഫിങ്സും ഒക്കെ വെച്ചിട്ട്. ഇന്നും അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നവർ അതാണ് ഏറ്റവും വലിയ സംഭവമായിട്ട്. മൂസാ നബിയെ പരിഗണിക്കില്ല. മൂസാ നബിയാണ് ഫറോവയേക്കാൾ വലിയ കഥാപാത്രം എന്നുള്ളത് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. പക്ഷെ പ്രൊമോട്ട് ചെയ്യുന്നവരും പ്രൊജക്റ്റ് ആക്കുന്നവരും ഒക്കെ ചെയ്യുന്നത് ഏറ്റവും നെറികെട്ട ഭരണകൂട മേധാവിയായിരുന്ന ഫറോവയെ അതിഗംഭീരമായി പരിചയപ്പെടുത്തുക എന്നുള്ള പരിപാടിയാണ് വർത്തമാനകാലത്ത് പോലും നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഫറോവ നടത്തിയിരുന്ന പണി ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. വഇദനജൈനാകും മിൻ ആലി ഫിർഔൻ യസുമൂനകും സുഅൽ അദാബി യുസബ്ബിഹൂന അബ്നാഅകും വയസ്തഹ്യൂന നിസാഅകും. കൊല്ലുക, കുട്ടികളെ കൊല്ലുക. ഒക്കെ നമ്മൾ വേറെ രീതിയിൽ പലയിടത്തും വിശദീകരിച്ചു പോയിട്ടുണ്ട്. ഇന്നുണ്ട് ഇതേ രീതികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങളും സംഘാടനങ്ങളും സംഘടനകളും ഒക്കെ. ആളുകളെ കൊല്ലാൻ തീരുമാനിച്ച് പടിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഫിർഔൻ കൊല്ലാൻ ഭരണകൂടത്തിൻ്റെ തന്നെ കൽപ്പന കൊടുത്തിരുന്നു. മുസ്ലിങ്ങൾക്കുണ്ടാകുന്ന ആൺകുട്ടികളെ മുഴുവൻ കൊന്നുകളയണം. ഖുർആൻ പറഞ്ഞുള്ളത് യുസബ്ബിഹൂന അബ്നാഅകും, നിങ്ങളുടെ കുട്ടികളെ കൊന്നുകളയണം. വയസ്തഹ്യൂന നിസാഅകും, അവരുടെ സ്ത്രീകളെ നീ നാണം കെടുത്തി ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യണം.
അവരുടെ ശരീരത്തിലും അവരുടെ ചാരിത്രത്തിലും അവരുടെ എല്ലാറ്റിലും തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കടന്നുകയറ്റം നടത്താൻ ചോദിക്കാനും പറയാനും ആളില്ലാത്ത വണ്ണം ഇസ്രായേലി സ്ത്രീകളെ നീ അവർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി ജീവിക്കാൻ, അപ്പൊ പെൺകുട്ടികളുണ്ടായാലും കൊല്ലണ്ടായാലില്ല, അവരുടെ എല്ലാ പൂർത്തീകരണങ്ങളും നിർവഹിക്കാനുള്ളവരാണ് അവർ. ആൺകുട്ടികളാണ് ജനിക്കുന്നതെങ്കിൽ അതിനെ മുഴുവൻ കൊല്ലണം. ഭരണകൂടം ഉണ്ടാക്കിയ നിയമമായിരുന്നു അത്. ആ നിയമമാണ് ബീഹാറിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഒക്കെ രൂപത്തിൽ നിങ്ങളുടെ പൗരത്വത്തിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കണം. അതിന്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ പോണ്ട. എവിടെയാണ് നിങ്ങൾക്ക് പൗരത്വത്തിന്റെ രേഖയുള്ളത് എന്ന് ചോദിക്കുന്നത്. എങ്ങനെ ഒരു സമൂഹം ഇന്ന ഫിർഔന അലാ ഫിൽ അർളി ജഅല അഹ്ലഹാ ശിയഅ യസ്തളഉ ത്വായിഫതൻ മിൻഹും, ഒരു വിഭാഗത്തെ ദുർബലരാക്കുകയും നിസ്സാരന്മാരാക്കുകയും അവരുടെ സാമ്പത്തിക, സാമൂഹിക, വൈജ്ഞാനിക, രാഷ്ട്രീയ കരുത്തിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പശുമാംസ നിരോധനം മുതൽ വോട്ട് നിഷേധിക്കലടക്കമുള്ള വഖഫ് സ്വത്തിന്റെ കവർന്നെടുക്കൽ മുതൽ എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ, ചിലരെ മാത്രം തെരഞ്ഞെടുത്ത് വളർത്താൻ തീരുമാനിക്കുകയും മറ്റുള്ളവരെ അടിച്ചൊതുക്കി നിസ്സാരന്മാരും നിസ്സഹായരുമായി സമൂഹത്തിലെ പതിതാവസ്ഥയിലേക്ക് മുസ്ലിം ഇന്ത്യ പഠിക്കരുത്, മനസ്സിലാക്കരുത്, സാമ്പത്തികമായി വളരരുത്. നമ്മളിപ്പോൾ പശുവിനെ ഇറക്കാത്തതാണല്ലോ ഇന്ത്യ. ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മാംസം കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രസീലിന്റെ റെക്കോർഡൊക്കെ. പക്ഷെ ഇന്ത്യക്കാരന് നിന്നാൻ പറ്റില്ല. കാപട്യാണല്ലോ അത്. സംഘപരിവാരവുമായി ബന്ധപ്പെട്ടവരാണ് ഈ ബിസിനസ്സിന് ഇന്ത്യയിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇറച്ചി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇന്ത്യയിലെ മുസ്ലിം, ഇന്ത്യയിലെ ദലിതുകൾ ആ പണി നിർവഹിക്കാൻ പാടില്ല. നമ്മളത് ചെറിയൊരു സംഗതി മാത്രമാണ് അങ്ങനെ കേൾക്കുമ്പോൾ. പക്ഷേ ഇന്ത്യയിലെ പിന്നോക്ക വർഗങ്ങളുടെയും മുസ്ലിം സമുദായത്തിന്റെയും താഴേക്കിടയിലുള്ള ജനവിഭാഗങ്ങളുടെയും പ്രധാനപ്പെട്ട തൊഴിലുകളിലൊന്നാണ് ഇറച്ചിയും അതിൻ്റെ തോലും അതുമായി ബന്ധപ്പെട്ട ഉപജീവന സംവിധാനങ്ങളും എന്ന് പറയുന്നത്. തൊഴിൽ നഷ്ടപ്പെടുത്തുന്നു, ഉപജീവന മാർഗത്തെ തകർക്കുന്നു, അവരുടെ മുന്നോട്ടുള്ള പോക്കിനെ നിസ്സഹായതയിലേക്ക്. എന്നാൽ പുതിയൊരു മാർഗം ഞങ്ങൾ ഗവൺമെന്റ് നിങ്ങൾക്ക് ഇന്ന ഒരു ബിസിനസിന്റെ പുതിയ വഴി തുറന്നു തന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഇതിലേക്ക് പ്രവേശിക്കാം എന്ന് പറഞ്ഞുകൊണ്ടല്ല, നിസ്സഹായരാക്കി. അവർ അതാ ഇന്നലെ ആസാം എന്നൊക്കെ ചിത്രങ്ങൾ വരുന്നുണ്ട്. 10,000 ആളുകളെയാണ് കുടിയൊഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അദാനിക്ക് വേണ്ടി. അയാൾക്ക് 450 ഹെക്ടർ സ്ഥലം ബിസിനസ്സിന് വേണ്ടി. അന്യാധീനമായി താമസിക്കുന്നവരാണ് അവിടെയുള്ളവർ. ബംഗാളിൽ നിന്ന് കുടിയേറിയവരാണെന്നൊക്കെ പറഞ്ഞത് നമ്മൾ ശ്രദ്ധയിൽ വരണം, കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഈ പറഞ്ഞതിൻ്റെ ഭാഗമാണ്. എല്ലായിടത്തും അന്യാധീനപ്പെടുന്നത്, നശിപ്പിക്കപ്പെടുന്നത്, തകർക്കപ്പെടുന്നത് നീതിയുടെയും സത്യത്തിന്റെയും ഭരണഘടനാപരമായ നിയമങ്ങളും പാലിച്ചുകൊണ്ടല്ല, മുസ്ലിങ്ങളുടേതാണ്. തിരഞ്ഞു പിടിച്ച് ആരാധനാലയങ്ങൾ മുതൽ അവരുടെ സംവിധാനങ്ങളെ അടക്കം തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഫറോ ചെയ്തിരുന്ന പണി. ലോകത്തെ മിക്ക ഭരണകൂടങ്ങളും അധികാരത്തെ സ്ഥാപിക്കാൻ ഒരു ശത്രുവിനെ ഉണ്ടാക്കിയെടുക്കും. ഈ പണിക്ക് ചെയ്തിട്ട് ഇയാള് ആളുകളെ പല തട്ടുകളാക്കി തിരിച്ച് അധകൃതരും അടിച്ചമർത്തപ്പെട്ടവരും പതിതരും നിസ്സഹായരും അടിമകളുമൊക്കെ ആക്കി ഈ മുസ്ലിങ്ങളെ മാറ്റിയെടുക്കാനുള്ള പദ്ധതിയാണ് നടത്തിയത്. അതിന് വേണ്ടിയിട്ടാണ് അയാൾ പെണ്ണുങ്ങളെ വെറുതെ വിടുകയും കുട്ടികളെ കൊല്ലാനൊക്കെ തീരുമാനം. ആ ഫിറോന്റെ അടുത്തേക്കാണ് പോകാൻ പറയുന്നത്. നീ പോവുക, നീ പോവുക എന്നുള്ളത് വ്യക്തി നിർവഹിക്കേണ്ട ദൗത്യമാണ്. നീ പോണം. എന്നോടുകളോടുള്ള പറയുന്നത്. ഇന്ന് ഫറോവയുണ്ടെങ്കിൽ ഫറോവയുടെ അടുത്തേക്ക് നീ മൂസയായിട്ട് പോണം. പോകാൻ ധൈര്യമുള്ള സംഘടനകൾ ഉണ്ടാവണം, പണ്ഡിതന്മാരുണ്ടാവണം, വ്യക്തികളുണ്ടാവണം, ഗ്രൂപ്പുകൾ ഉണ്ടാവണം. മൂസായുടെ റോൾ ഏറ്റെടുക്കാൻ കഴിയുള്ളവരുണ്ടാവണം. മൂസാ നബിയായിട്ട് നമുക്ക് പോകാൻ പറ്റണില്ലല്ലോ. പുതിയ കാലത്ത് ഫറോവമാരുണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ സംവിധാനങ്ങളുണ്ടെങ്കിൽ അതിക്രമിയായ ഫറോവയുടെ മുമ്പിലേക്ക് നീ കടന്നു ചെല്ലണം. ഫഖുലാലഹു, അവിടെ ചെന്നിട്ട് നിങ്ങൾ രണ്ടാളും അവിടെ ചെന്നിട്ട് പറയും, ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, നിങ്ങൾ അള്ളാന്റെ ദൂതന്മാരാണ്. അതിന് കുറെ വിശദീകരണങ്ങളുണ്ട്. സാമുദായിക, ജാതീയ, വർഗീയ, ഭാഷ, വംശദേശ ഭാഷകളെയൊന്നും പറയാൻ വേണ്ടിയിട്ട് വന്നതല്ല. നിങ്ങൾ അള്ളാഹുവിന്റെ സന്ദേശത്തെ അവതരിപ്പിക്കാൻ വന്നിട്ടുള്ളവരാണ്. മൂസാ നബിയുടെ കരുത്തതാണ്. അതിനു മുന്നിൽ വെച്ചുകൊണ്ടാണ് പ്രബോധന പ്രവർത്തനങ്ങൾ. ഫറോവ എന്ന് പറയുന്ന ഏകാധിപതിയെ, സർവാധിപതിയെ, സ്വേച്ഛാധിപതിയെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരിടുന്നത് ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ് എന്ന് ചെന്നിട്ട് പറയും. നർസിൽ മഅനാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സമുദായത്തെ എനിക്ക് വിട്ടുതരണം, അവരെ നീ വിമോചിപ്പിക്കണം, ഈ നാട്ടിൽ നിന്ന് പോകാൻ അനുമതി നൽകണം. അത് മൂപ്പര് ചെയ്യൂല. കാരണം അവരടിമകളാക്കി അവരെ കൊണ്ട് പല പണിയും, മൂന്നാംകിട പണികൾ മുഴുവൻ, സമൂഹത്തിലെ അറച്ച വളരെ മോശപ്പെട്ട താഴ്ന്ന നിലവാരത്തിലുള്ള എല്ലാ വർക്കുകളും ചെയ്യേണ്ട ചുമതല ഇവർക്കാണുള്ളത്. അടിമപ്പണി, അധകൃതന്മാരുടെ പണി,
എടുക്കാനുള്ളത് വരും. അതുകൊണ്ട് അവരെ വിട്ടുകൊടുക്കുക എന്നുള്ളത് മുമ്പരാഗ്രഹിക്കണില്ല. അതേസമയം അവരെ വികസിക്കാനും വളരാനും പഠിക്കാനും ഉയർന്നു വരാനുമുള്ള പഴുതുകളൊക്കെ അടക്കുകയും ചെയ്തുകൊണ്ട് അവിടെ വെച്ചിട്ടാണ് മൂസാ നബി പറയുന്നത്, അർസിൽ മഅനാ ബനി ഇസ്രായേൽ, ഇസ്രായേൽ സമുദായത്തെ എൻ്റെ കൂടെ നീ അയക്കണം, അവരെ നീ വിമോചിപ്പിക്കണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്നായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിട്ടുള്ള ഭാഗമാണിത്. അടിച്ചമർത്തപ്പെട്ടവർ, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവർ, അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, ഒരു നിലയ്ക്കും പരിഗണിക്കപ്പെടാതെ അവരെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങളും സംവിധാനങ്ങളും അതിൻ്റെ സംഘാടനവും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് മുമ്പിൽ ചെന്നിട്ട് പറയേണ്ട വർത്തമാനങ്ങൾ ചെന്ന് താങ്കൾ പറയണം. അങ്ങനെ മൂസാ നബിയോട് ചെന്നിട്ട് പറയും, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതന്മാരാണ്, ഇസ്രായേൽ സമുദായത്തെ നീ വിട്ടുതരിക. വലിയൊരു ചർച്ചയാണ് അവിടെ നടക്കുന്നത്. ഫറോവ സ്വയം തന്നെ അവതാരമാണ്, മതനേതാവാണ്, രാഷ്ട്രീയ നേതാവാണ്, സർവാധിപതിയാണ്. എന്ന് പറഞ്ഞാൽ തന്നെ സൂര്യന്റെ മകനാണ് അതിന്റെ അർത്ഥം. ശരിക്കും സൂര്യപുത്രൻ. അതുകൊണ്ട് ആകാശലോകത്തുള്ള സൂര്യന്റെ ഭൂമിയിലെ പ്രതിനിധിയാണ് ഫറോവ. ജീവിച്ചിരിക്കുന്ന ഉദിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യന്റെ പ്രതിനിധിയാണ് ഫറോവ എന്ന് പറയുന്നത്. സ്വയം തന്നെ ദൈവമാണ്, എന്നാൽ അധികാര ഭരണകൂട സംവിധാനമാണ്. ഇദ്ദേഹത്തോട് റബ്ബിനെ കുറിച്ചാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിക്കുന്നത്. ഇത് സൂറത്ത് ഷുഅറയിൽ അല്ലാഹു അപ്പൊ തന്നെ മുമ്പിൽ ചോദിക്കുന്നുണ്ട്, ഒമാ റബ്ബുൽ ആലമീൻ, ആരാടാണോ അള്ളാഹ് എന്ന് പറയുന്നത്? ആരെ കുറിച്ചാണ് ഈ റബ്ബ് എന്ന് പറയുന്നത്? മൂസാ നബിയുടെ മറുപടി പറയുന്നത്, റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ. നിനക്ക് വിവരമുണ്ടെങ്കിൽ, ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ, ആകാശങ്ങളുടെയും ഭൂമികളുടെയും അതിനിടയിലുള്ളതിൻ്റെയും ഒക്കെ റബ്ബാണവൻ. നമുക്ക് ഇങ്ങനെ വായിക്കുമ്പോൾ അതിൻ്റെ ഉദ്ദേശം സംഗതിയൊന്നും മനസ്സിലാവില്ല. ഒരാളെ റബ്ബാവപ്പോഴാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കാനുള്ള പരമാധികാരം ഉണ്ടാകുമ്പോഴാണ്, സുപ്രീം സോവറിറ്റി ഉണ്ടാകുമ്പോഴാണ്. ഒരു ഈജിപ്ത്, ഒരു മിസ്ർ, ഒരു ഇന്ത്യ, ഒരു അമേരിക്ക, ഒരു കേരളം, ഒരു മലപ്പുറം ജില്ല, ഒരു പെരുമ്പിലാവൊക്കെ കിട്ടുമ്പോഴേക്കും ഞങ്ങളാണ്, ഞാനാണ്, നമ്മൾ തന്നെയാണ് എന്നൊക്കെ വ്യക്തികളും സംഘടനകളും സംവിധാനങ്ങളും ഒക്കെ വിചാരിക്കുന്ന ഒരു കാലത്ത് എന്താണ് ഈ ഭൂമിയെന്നും എവിടെയാണ് നമുക്ക് അധികാരമുള്ളതെന്നും നമുക്കെവിടെ ഇടപെടാൻ എത്രമാത്രം സ്പേസ് ആണ് ഉള്ളതെന്നും അറിയാത്ത വ്യക്തികളും പാർട്ടികളും സംഘടനകളും മതങ്ങളും പുരോഹിതന്മാരും നേതാക്കന്മാരും ഒക്കെ ഉള്ള കാലാണത്. അതുകൊണ്ടാണ് മൂസാ നബി പറഞ്ഞത്, ഈ മിസ്റാണ്, ഈജിപ്തിലാണ് നിന്റെ അധികാരമുള്ളത്. പക്ഷെ അല്ലാഹു റബ്ബുസ് സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ, ആഴത്തിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ കഴിവുള്ളവനാണ് നീ എങ്കിൽ ഈ പ്രപഞ്ചങ്ങളുടെ മുഴുവൻ നാഥനായ അള്ളാഹുവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ മൂസാ നബി പറയും, ലിമൻ ഹൗലഹു വലാ തസ്തമിഊൻ. അപ്പൊ മൂസാ നബി പറയും, ഫിറഔൻ ചോദിച്ചു, ഇയാൾ പറയണ നിങ്ങൾ കേട്ടില്ലേ? ഇവൻ എന്താണ് ഈ പറയണത്? എന്ത് റബ്ബിനെ കുറിച്ചാണ് ഇവൻ പറയുന്നത്? അവിടുത്തെ ഭരണകൂടത്തോട്, വിദ്യാഭ്യാസ വിദഗ്ധരോട്, മീഡിയയോട്, സാംസ്കാരിക പ്രവർത്തകരോട്, അധികാര കേന്ദ്രങ്ങളോടൊക്കെ ഫറോവ ചോദിക്കുകയാണ്, എന്ത് റബ്ബിനെ കുറിച്ചാണ് ഇവൻ പറയുന്നത്? മൂസാ നബി, റബ്ബുക്കും റബ്ബു ആബാഇകുമുൽ അവ്വലീൻ, നിന്റെ റബ്ബാണ്, നിങ്ങളുടെ റബ്ബാണ്, എല്ലാറ്റിന്റെയും റബ്ബാണ്, നിങ്ങളുടെ വാപ്പപ്പമാരുടെ മുഴുവൻ നാഥനായിട്ടുള്ള അള്ളാഹിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്കെ പറഞ്ഞപ്പോ ഇവര് പിന്നെ മൂസാ നബിനെ കൈകാര്യം ചെയ്യാൻ തീരുമാനിക്കാൻ, എൻ്റെ അടുത്ത് ഇതൊക്കെ പറയാൻ, ഈ റബ്ബിനെ കുറിച്ച് സംസാരിക്കാൻ എൻ്റെ അടുത്ത് വല്ല പ്രമാണങ്ങളും പ്രയോഗങ്ങളും ഒക്കെ ഉണ്ടോ? അവലൊക്കെ വിഷയം മുബീൻ, റബ്ബിനെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന വല്ല പ്രമാണങ്ങൾ ഉണ്ടെങ്കിൽ ഇജാദിയായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാം. സത്യസന്ധനാണെങ്കിൽ, നീ ധാർമ്മികതയുള്ളവനാണെങ്കിൽ, നീ പറയുന്നത് സത്യമാണെങ്കിൽ, ഈ റബ്ബിനെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇങ്ങോട്ട് കൊണ്ടുവരുക. അപ്പോഴാണ് മൂസാ നബിയുടെ വടി ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. കയ്യിലുള്ള വടിയുണ്ട് മൂസാ നബിന്റെ കയ്യിൽ. ആ മൂസാ നബി ആ വടിയെ നിലത്തിടുന്നു. അതൊരു വലിയ പാമ്പായിട്ട് ഇഴഞ്ഞ് നീങ്ങാൻ തീരുമാനിക്കുന്നു. മൂസാ നബി കയ്യെ എടുത്തിട്ട് ഇങ്ങനെ പ്രദർശിപ്പിച്ചു. ആ കയ്യ് വെളുത്ത് തിളങ്ങുന്ന പ്രകാശപൂരിതമായ വെളുത്തു തൊടുത്ത കയ്യായിട്ട് കയ്യിങ്ങനെ മിന്നിത്തിളങ്ങാനും തുടങ്ങി. രണ്ടമാനുഷിക പ്രകടനങ്ങൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിർവഹിക്കുകയാണ്. അപ്പോഴും ഇത് കണ്ട, ഈ ചോദിച്ചത് മുമ്പ് വിശ്വസിക്കാൻ വേണ്ടിയിട്ടല്ല, എന്നെ തോൽപ്പിക്കാനുള്ള വല്ല സാധനം ഇവന്റെ കയ്യിലുണ്ടോ എന്നുള്ള ഇന്റലിജൻസ് ബുദ്ധിയാണ് ഫറോവയിൽ വർക്ക് ചെയ്യണത്. എന്നെ തോൽപ്പിക്കാൻ പറ്റുന്ന വല്ലതും എൻ്റെ അടുത്തുണ്ടോ എന്നുള്ളത് അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഈ ദൈവത്തിന്റെ ആളാണെന്നുള്ളതിന് വല്ല സാധനം എൻ്റെ കയ്യിലുണ്ടോ? ഈ വടിക്ക് ഒരു ചരിത്രമുണ്ട്.
മൂസാ നബി ആ വടിയുമായിട്ട് അള്ളാഹുവിനോട് സംഭാഷണം നടത്തി നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ടല്ലോ. അള്ളാഹുവിന്റെ അടുത്തെത്തുമ്പോൾ അള്ളാഹ് ചോദിക്കുന്നത് മൂസ എന്താണ് എൻ്റെ കയ്യിലുള്ളത്? നമ്മളോടൊക്കെ ചോദിക്കുമല്ലോ എന്താണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്? നമ്മുടെ കയ്യിലിരിപ്പ് എന്താണ് നിന്റെ കയ്യിലുള്ളത്? ഇതെന്റെ വടിയാണ്. നാടുകൾക്ക് ഇലയ്ക്ക് ഇടയന്മാരാണല്ലോ, അവരുടെ കാലത്തന്ന് ഇടയാവൃത്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത്. പ്രവാചകന്മാരും വലിയ കുടുംബങ്ങളും ജന്മിമാരുടെയൊക്കെ സമ്പത്തിന്റെ കൃഷിയും ഇടയവൃത്തിയാണ്. അതുകൊണ്ട് ആടുമാടൊട്ടകങ്ങൾക്ക് ഇല തല്ലി വീഴ്ത്തി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള വടിയാണിത്. കുത്തിപ്പിടിച്ച് നടക്കാനുള്ള വടിയാണിത്. വേറെയും കുറെ ഉപകാരങ്ങൾ എനിക്ക് ഈ വടിയിലുണ്ട്, പല ഉപകാരങ്ങളുണ്ട്. പക്ഷെ ഇതൊരു സാധാരണ വടി മാത്രമാണ്, സാധാരണ വടി മാത്രമാണ്. അത് മൂസാ നബി പറയല്ല, എന്റെ കയ്യിലെടുത്ത് ഒരു വടി മാത്രമാണ്. ഇത് അധികാരത്തിന്റെ ചെങ്കോലല്ല. ചെങ്കോലുകളുണ്ട്. നമ്മുടെ ചെങ്കോല് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വെച്ചൊരു ചെങ്കോലുണ്ടല്ലോ, അധികാര പ്രയോഗത്തിന്റെ അടയാളമായി വെക്കുന്ന അതിമാരകമായ വടികൾ, വംശീയമായ, ജാതീയമായ, രാഷ്ട്രീയമായ ആധിപത്യത്തെ പ്രകടിപ്പിക്കുന്ന വടികളുണ്ട്. എല്ലായിടത്തും ഉണ്ട്. പോലീസുകാർക്ക് പാറ്റണൊക്കെ കൈമാറി കൊടുക്കും. ആ വടി എന്ന് പറഞ്ഞാൽ അധികാരവും ചെങ്കോലും നമ്മൾ പറയില്ലേ, ചെങ്കോല് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇതങ്ങനെ അധികാരത്തിന്റെ അടിച്ചമർത്തലിന് ഉപയോഗിക്കുന്ന ആധികാരിക ശക്തി എന്നുള്ളൊരു വടിയല്ല, ഒരു സാധാരണ വടിയാണ്. കുത്തിപ്പിടിച്ച് നടക്കാനും ആടുകൾക്ക് ഇല തല്ലിട്ട് കൊടുക്കാനും പിന്നെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ നടത്താനും പറ്റുന്ന വടിയാണ്. അപ്പോൾ അള്ളാഹ് പറഞ്ഞു നിന്റെ വടിയെ കണ്ടിട്ടോ. അതാണ് ആ 3 തരം പ്രയോഗങ്ങൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. മൂസാ നബി 3 പ്രാവശ്യം വടിയിടുന്നത് ഖുർആൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ഈ അള്ളാഹുവിനോട് വർത്തമാനം പറഞ്ഞ സന്ദർഭത്തിൽ നിന്റെ വടി ഇട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അത് സർബാൻ, അങ്ങനെ ഭയങ്കര സ്പീഡിൽ ഇളകി പിടുത്തം കിട്ടാത്ത രീതിയിൽ സഞ്ചരിക്കുന്ന അതിവേഗതയുള്ള മെലിഞ്ഞ് എന്നാൽ വേഗതയുള്ള ഒരു പാമ്പിന്, അതാണ് സർബാൻ എന്ന് പറയുന്നത്. രണ്ടാമതിട്ടപ്പോ ഹയ്യത്തുൻ, വേറെ ഒരു പാമ്പായിട്ട് വലിയ, അല്ല ഹയ്യത്ത് എന്ന് പറഞ്ഞാൽ സാധാ ചെറിയ ഒരു പാമ്പ്. രണ്ടാമതിട്ടപ്പോ സർബാൻ, വലിയ മലമ്പാമ്പ് പോലുള്ള പാമ്പ്. മലമ്പാമ്പ് പതുക്കെ സഞ്ചരിക്കുള്ളൂ. ഇങ്ങനെയുള്ള മലമ്പാമ്പ് ഉണ്ടാവുക. അനാക്കൊണ്ടനെയൊക്കെ കാണാം നമുക്കിതിൽ. അങ്ങനെ സ്പീഡിൽ ഇങ്ങോട്ട് അടിച്ചു പൊളിച്ചു പോകാൻ അവർക്ക് കഴിയില്ല. പക്ഷേ ഇതൊരേ സമയം വലിയ ശാരീരിക ഘടനയും എന്നാൽ അതിവേഗതയിൽ സഞ്ചരിക്കാനും കഴിയുന്ന ഒരു പാമ്പായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വടി മാറുന്നു. എന്താണ് ഖുർആൻ ഈ ചരിത്രം പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നുള്ളത് ഞാനങ്ങളൊക്കെ പഠിക്കേണ്ടത് തന്നെയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ചെറിയ ഒരു സാധനത്തെ പോലും, ഏറ്റവും നിസ്സാരമായ ഒരു സാധനത്തെ പോലും അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ. നിങ്ങളോടൊക്കെ അള്ളാഹ് ചോദിക്കുകയാണ് എന്താ എൻ്റെ കയ്യിലെന്ന് വെച്ചാൽ ഞാൻ പറയുക മൊബൈൽ, ഇതിൻ്റെ മൊബൈലാണ്. ഇങ്ങനെ സിനിമ കാണാനും അതുപോലെ തന്നെ പാട്ട് കേൾക്കാനും പിന്നെ കമ്മ്യൂണിക്കേഷൻ നടത്താനും പിന്നെ സോഷ്യൽ മീഡിയയിൽ കയറി നിറങ്ങാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ചിലപ്പോൾ ഞാനും കൂടെയൊക്കെ മറുപടി പറയാം. എന്താണ് കയ്യിലിരിപ്പ് എന്ന് വെച്ചാൽ ഒരു സാധാരണ ലളിത ഉപയോഗത്തിലുള്ള ഒരു സാധനം ഇതാണ്. ഇത് മറുപടി പറയും. ഇതിന് പോലും അപാരമായ ശക്തി ഉണ്ട്. ഒരു നാടൻ വടിയുടെ ശക്തി അല്ല ഇതിനുള്ളത്. ഇന്ന് അധികാര കേന്ദ്രങ്ങൾ മുഴുവൻ ഉപയോഗിക്കുന്നത്, രാഷ്ട്രീയ കേന്ദ്രങ്ങൾ, മതകേന്ദ്രങ്ങൾ, വ്യാവസായിക കേന്ദ്രങ്ങൾ, ഉദ്യോഗസ്ഥന്മാരൊക്കെയും നമ്മളെ പിടിയിലൊതുക്കാൻ വ്യക്തികളെയും സമൂഹത്തിനെയും ഒക്കെ കയ്യിലിട്ട് അമ്മാനമാടാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ മൊബൈൽ എന്ന് പറയുന്നത്. വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നും വേണ്ട. ഇന്ത്യങ്ങളെ കയ്യിൽ കിട്ടിയിട്ട് എന്താ ഉണ്ടായിട്ടുള്ളത്? നമ്മളെ കുടുംബം തകർന്നു, നമ്മളെ പെൺകുട്ടി ഓടിപ്പോയി, ആൺകുട്ടി വേറൊരുപ്പം പോയി, പെണ്ണുങ്ങൾ മറ്റവൻ്റെ ഒപ്പം പോയി, പാപ്പ വേറൊരാളെ കല്യാണം കഴിച്ച് ഇൻസ്റ്റാഗ്രാമിലൂടെ കയറി സോഷ്യൽ മീഡിയയുടെ ഫോളോ ചെയ്ത് അവസാനം ഇതാണ് ഈ മൊബൈൽ കൊണ്ട് കിട്ടിയിട്ടുള്ള കാര്യം. ഏറ്റവും നിന്റെ കയ്യിലുള്ള ഏറ്റവും ലളിതമായൊരു വസ്തു, ചരിത്രവും വർത്തമാനകാലവും ഭൂതകാലവും ഭാവിയുമൊക്കെ ആശങ്കകൾ പടർത്തുന്ന നിന്റെ വഖഫും നിന്റെ മസ്ജിദും നിന്റെ പെണ്ണും നിന്റെ കുടുംബവും നിന്റെ സാമൂഹിക സംവിധാനങ്ങളെയും ഒക്കെ തകർക്കുന്ന പ്രൊജക്ടുകളും പദ്ധതികളും അണ്ടർഗ്രൗണ്ടിൽ രൂപപ്പെടുമ്പോൾ വളരെ നിസ്സാരമായി നീ കരുതുന്ന ഒരു ഉപകരണത്തിന് പോലും പിടിക്കുന്നവൻ കരുത്തനും യോഗ്യനുമാണെങ്കിൽ ആ ചെറിയ വടികൾ കൊണ്ട് ചരിത്രത്തെ വിറപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. മൂസാ നബിന്റെ വടി സാധാ വടിയാണ്. നമ്മൾ പറഞ്ഞ അധികാരത്തിന്റെ ചെങ്കോലല്ല, പവറുള്ള വടിയല്ല. അത് സാധാ ഒരു മരക്കൊമ്പാണ്. കുത്തിപ്പിടിച്ച് നടക്കാൻ ലളിതമായ കാര്യങ്ങൾ നടത്തുന്ന. അതേസമയം സാഹിര്യങ്ങളുടെ കയ്യിലുണ്ട്. അവരുടെ വടികളും കയറുകളും ഒക്കെ അവരിട്ടു. പിന്നെ ഈ മൂസാ നബി കയ്യും ഇതൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ഫറോവ ഉടനെ പറഞ്ഞു ഇവൻ മഹാമാന്ത്രികനാണ്, കണ്ണം ചിന്തിക്കുന്ന പ്രകടനങ്ങൾ നടത്തി നമ്മളെ പറ്റിക്കാൻ പോവാണ് ഇവനെ വിടാൻ പറ്റില്ല എന്ന്. ഇവൻ ചെയ്യണമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലേ? എന്താ നിങ്ങളെ ഇവനെ കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്
ഇവനെ നമ്മൾ എങ്ങനെയാണ് നേരിടുന്നത്? അപ്പോൾ അവര് പറഞ്ഞു, നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങളില്ലേ, പബ്ലിക് റിലേഷൻസ് വകുപ്പുണ്ട്, മീഡിയ വിദഗ്ധന്മാരുണ്ട്, ഇന്റലിജൻസ് വിങ് ഉണ്ട്, നമ്മുടെ തിങ്ക് ടാങ്കുകളുണ്ട്, എല്ലാവരും വിളിക്കുക. എന്നിട്ട് ഇവനെതിരെ, ഈ മൂസാക്കും ഹാറൂനുമെതിരെ ശക്തമായൊരു ബറ്റാലിയൻ നമ്മളിവിടെ രൂപം കൊടുക്കണം. എല്ലാവരും വിളിക്കും. അങ്ങനെ സാഹിറുകളെ വിളിച്ചുകൊണ്ടിരുന്നുണ്ട്. സാഹിറുകൾ വരുന്നതൊക്കെ ഖുർആൻ അതിന്റെ മനോഹരമായിട്ട് വെക്കുന്നുണ്ട്. അധികാര കേന്ദ്രങ്ങളോട് ഒട്ടി നിന്ന് അതിന്റെ അപ്പക്കഷണങ്ങൾ നുണഞ്ഞ് അധികാരത്തിന് വേണ്ടി വളരെ അപകടകരമായ വഷളൻ പടിയെടുക്കുന്ന സംവിധാനങ്ങളാണ് ഈ സാഹിറുകൾ എന്ന് പറയുന്നത്. സത്യത്തിന്റെയും നീതിയുടെയും മൂല്യത്തിന്റെയും നന്മയുടെയും പക്ഷത്ത് നിൽക്കുന്നതിന് പകരം അധികാരഘടന എന്താണോ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയുള്ള എല്ലാ കാപട്യങ്ങളെയും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാഹിറുകൾ. ഓരോ കയ്യിലുണ്ട് നല്ല വടിയും പാമ്പും ഒക്കെ. ആ വടിയും പാമ്പ് എന്നുള്ളത് ഖുർആന്റെ ഒരു മൂസാ നബിയുടെ വടി പറഞ്ഞ പോലെ തന്നെ ഈ ഫറോവന്റെ ഈ സാഹിറുകളുടെ വടിക്ക് എന്തുണ്ട്? പവറുണ്ട്. അധികാരത്തിന്റെ പിൻബലമുള്ള വടിയാണത്. അധികാരമാണ് നിങ്ങൾ അടിക്കുന്നത്. ഫറോ ഈ സാഹിറുകൾ നിസ്സാരമായി എടുത്ത ഒരു സാധാരണ വടിയല്ലാതെ ഫറോവ കയ്യിൽ ഏൽപ്പിച്ച വടിയാണ്. ആ വടിക്ക് അധികാരത്തിന്റെ, ഭരണകൂടത്തിന്റെ, പൗരോഹിത്യത്തിന്റെ, ഉദ്യോഗസ്ഥന്മാരുടെ, സാമ്പത്തിക ശക്തികളുടെയൊക്കെ പിൻബലുള്ള വടിയാണത്. ചെങ്കോലാണത്. പ്രയോഗിക്കുമ്പോൾ അതിമാരകമായി പരിക്കേൽപ്പിക്കാൻ കഴിവുള്ള വടിയാണത്. ഹിബാലഹും അവരുടെ കയറുകളുണ്ട്. ഖുർആൻ ചിലപ്പോൾ അതൊരു പ്രതീകാത്മകമായിട്ടും കൂടി വെച്ചായിരിക്കും. ഈ വടി ഉപയോഗിച്ച്, അധികാരത്തിന്റെ ചെങ്കോൽ ഉപയോഗിച്ച് ആളുകളെ അടിച്ചൊതുക്കുക, അധികാരം ഉപയോഗിച്ച് മനുഷ്യരെ അടിച്ചമർത്തുക, അടിമകളാക്കുക. പിന്നെ കയറാണ്. കയറെന്തിനാണ്? കെട്ടാനുള്ള സാധനം, വരിഞ്ഞ് കെട്ടാൻ. അനങ്ങരുത്, ഞങ്ങൾ പറയേണ്ടത് നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഇതാണല്ലോ കയറുകൊണ്ട് കെട്ടിയിട്ടിട്ട്. പഴയ കാലത്തൊക്കെ കയറാണ്. അങ്ങനെ ഇത് ആളുകളെ വരിഞ്ഞ് കെട്ടി കൊണ്ടുപോകാൻ. ഈ സാഹചര്യങ്ങൾ അവരുടെ കയ്യിൽ പടിയും പാമ്പും കയറും ഒക്കെ ഇട്ടുകൊണ്ടാണ് അവർ അങ്ങോട്ട് വരുന്നത്. അതവരിട്ടു. അതിട്ടിട്ട് കഴിഞ്ഞ് നടക്കാൻ തുടങ്ങി. ആളുകളൊക്കെ ആർത്ത് വിളിച്ചത് നമ്മൾ ജയിക്കാൻ പോവുകയാണ്, ഭയങ്കര പ്രകടനമൊക്കെയാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും മൂസ തോൽക്കാൻ പോകും. കാരണം മൂസ ഇവിടെ വെറുതൊക്കെയാണ്, മൂസയും ഹാറൂനും. അപ്പോഴാണ് അള്ളാഹ് പറഞ്ഞത്, ഫൽഖി മൂസ അസാക്ക, നിന്റെ വിടി താഴേക്ക് ഇട്ടോ. ആ വടി എന്ത് ചെയ്യും? ഇവരുടെതൊക്കെ ഡ്യൂപ്ലിക്കേറ്റാണ്, കള്ളത്തരമാണ്, കാപട്യമാണ്, ഒറിജിനൽ അല്ല, വിശുദ്ധിയില്ല, സത്യസന്ധതയില്ല, നിഷ്കളങ്കതയില്ല. അധികാരിവർഗത്തോട് ഒട്ടിനിന്ന് ജനങ്ങളെ ജനങ്ങളുടെ ചിലവിൽ സ്വന്തം താല്പര്യങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാപട്യങ്ങളും കള്ളത്തരങ്ങളുമാണ് നീ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് അൻ്റെത് ഒറിജിനലാണ്. ഈ വടി താഴത്തെ കണ്ടിട്ടോ. അപ്പോഴാണത് വലിയ മലമ്പാമ്പ് പോലെ ഇവരിട്ടതിനെയൊക്കെ എല്ലാ വ്യാജങ്ങളെയും ഈ പാമ്പ് വിഴുങ്ങുകയാണ്. അവിടെ നടക്കണ ഏറ്റവും നല്ല പോയിന്റ് ഖുർആൻ വെച്ചിട്ടുണ്ട്. ഇത് വിഴുങ്ങിയപ്പോൾ തന്നെ സാഹചര്യങ്ങൾക്ക് മനസ്സിലായി എന്ത്? ഇതിൻ്റെ ഫറോവയുടെ പോലെ തട്ടിപ്പല്ല മൂസ. ഫറോവ തട്ടിപ്പനാന്ന് ആർക്കറിയും? പാർട്ടികളിൽ, സംഘടനകളിൽ, കുടുംബത്തിലൊക്കെ തട്ടിപ്പ് നടത്തുന്നവന് ആർക്കറിയും? അത് നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കറിയും. രഹസ്യമായിട്ടാണെങ്കിൽ പോലും ഒറ്റുകൊടുക്കുക, കള്ളപരിപാടികൾ ആസൂത്രണം ചെയ്യുക, നിഗൂഢ പ്രവർത്തനങ്ങൾ നടത്തുക. നേതൃത്വത്തിനറിയാലോ. എനിക്കെങ്കിലും അറിയാം. ഞാനിപ്പോൾ ഒരു തട്ടിപ്പെടുത്തുണ്ടെങ്കിൽ എനിക്കെങ്കിലും അറിയാലോ. ഞാനത് ആരെ കൊണ്ടാണോ നടത്തുന്നതെങ്കിലും ഓനും അറിയും, ഉറപ്പാണ്. ആ ആള് എനിക്ക് വേണ്ടി നടത്തുന്നത്, ഞാൻ പറഞ്ഞിട്ട് നടത്തുന്നത് തട്ടിപ്പാണെന്നുള്ളത് അവനും അറിയും. അവനെയാണ് ഞാൻ മറ്റവനെ തോൽപ്പിക്കാൻ വേണ്ടി ഏൽപ്പിക്കണത്. ചതിക്കണം, വഞ്ചിക്കണം, അവന്റെ വേരറക്കണം എന്ന് ഓനെയാണ് നമ്മൾ ചുമതലപ്പെടുത്തുന്നത്. അപ്പോൾ അവനെ നേരിടാൻ ഒറിജിനൽ വിശുദ്ധിയും മൂല്യങ്ങളും ധാർമ്മികതയും ഉള്ള ഒരാൾ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ തട്ടിപ്പ് നടത്തുന്നവന് തിരിയും, ഞാനും തട്ടിപ്പനാണ്, അപ്പുറത്ത് എന്നെ തോൽപ്പിക്കാൻ വന്നവൻ വിശുദ്ധനാണ് എന്നവർക്ക് മനസ്സിലാവും. ഫറോവയുടെ സാഹിറുകൾ മുഴുവൻ സോഷ്യൽ മീഡിയ വിദഗ്ധന്മാരാവാം, സൈനിക ഉദ്യോഗസ്ഥന്മാരാവാം, കലാസാഹിത്യ പ്രവർത്തകരാവാം, ഭരണകൂടത്തിന് വേണ്ടി ന്യായമങ്ങൾ ചമക്കുന്ന, അവർക്ക് വേണ്ടി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന, അകത്തളങ്ങളിൽ അണ്ടർഗ്രൗണ്ട് പൊളിറ്റിക്സ് അല്ലെങ്കിൽ സംഗതികൾ കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ സാഹിറുകൾ. സഹറ എന്ന് പറഞ്ഞതിന് കുറെ അർത്ഥങ്ങളുണ്ട്, അതിലേക്ക് നമ്മൾ കടന്നു പോണില്ല. സെഹർ ചെയ്യാന്നില്ല. നമ്മളിപ്പോൾ അത് മന്ത്രി ചോദിക്കട്ടലും അവിടെ ഒരു മറ്റേ ഏലസ് കിട്ടടിയിലേക്ക് സെഹർ, അതൊന്നും അല്ല സെഹർ. അതതിൻ്റെ ഏറ്റവും ദുർബലമായ സാധന. അധികാരങ്ങളും ഭരണകൂടങ്ങളും പ്രഭാഷകന്മാരെയും സാഹിത്യകാരന്മാരെയും ഒക്കെയാണ് സാഹിറുകളുടെ സ്ഥാനത്ത് ഖുർആൻ പ്രദർശിപ്പിച്ചത്. അള്ളാഹുവിന്റെ റസൂലിനെ അവർ വിളിക്കുകയും അവർ സ്വയം വലിയ കഴിവുണ്ട് എന്ന് വാദിക്കുകയൊക്കെ ചെയ്ത സാധനമായിരുന്നത്. ഈ സാഹിറുകൾ മുഴുവൻ വടിയും പാമ്പും ഒക്കെ ഇട്ടിട്ട് അധികാരഘടനയ്ക്ക് വേണ്ടി സംരക്ഷണ കവചം ഒരുക്കുന്നവർ. ആമന്നാ ബിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹ്. ഇതുവരെ ഫറോവയായിരുന്നു ഞങ്ങളുടെ റബ്ബ്. പാർട്ടിയായിരുന്നു, അതിന്റെ നേതാവായിരുന്നു, മതസംഘടനാ നേതാവായിരുന്നു, ആ മത നേതാവായിരുന്നു, ആ ദേശമായിരുന്നു, വംശമായിരുന്നു, ഭരണകൂടമായിരുന്നു. ഇതൊക്കെയായിരുന്നു എന്റെ റബ്ബ്.
പക്ഷെ ഞങ്ങൾ ഇപ്പോൾ റബ്ബി മൂസ വ ഹാറൂൻ, മൂസായുടെയും ഹാറൂന്റെയും റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. നിമിഷങ്ങൾ കൊണ്ട് നടക്കുന്ന വലിയൊരു പരിവർത്തനം ആ ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ പറഞ്ഞൊരു വർത്താനുണ്ട് ഫറോവൻ, അന്നാമനലക്കും കബലനാദരലക്കും, നിങ്ങൾ വിശ്വസിക്കേ, എന്റെ അനുമതിയില്ലാതെ, ഭരണകൂടത്തിന്റെ അനുമതിയില്ലാതെ കയ്യുവെട്ടും കാലുവെട്ടും എന്നൊക്കെ പറയുന്നവര് ഇപ്പോഴും ഉണ്ട്. പുതിയ കാലത്ത് നിങ്ങളെ വലത്തെ കൈ വെട്ടും, ഇടത്തെ കാല് വെട്ടും, വലത്തെ കാല് വെട്ടും, ഇടത്തെ കൈ വെട്ടും, കുരിശിലേറ്റും ഞാൻ. പറയാൻ മടിയില്ലാത്ത സംഘങ്ങളും നേതാക്കന്മാരും അനുയായികളും ഒക്കെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലാണത്. വാക്കുകൾ അവസാനിക്കുന്നിടത്ത് വാളെ ഉണ്ടാവും. ഇവരുടെ വാക്കിനായിട്ടോ മൂർച്ച കൂടുക. വാക്കുകളിൽ നഷ്ടപ്പെടുമ്പോഴാണ് വാളിലേക്ക്, വെട്ടിലേക്ക്. ഫറോവയ്ക്ക് വാക്ക് നഷ്ടപ്പെട്ടു, ആശയങ്ങൾ നഷ്ടപ്പെട്ടു, ദർശനങ്ങൾ നഷ്ടപ്പെട്ടു. മൂസയെ നേരിടാനില്ല, വടിയില്ല എന്ന് മനസ്സിലായപ്പോ അയാൾ ഉടനെ പ്രഖ്യാപിക്കുക. മൂസയോടല്ല പ്രഖ്യാപിക്കുന്നത്, മൂസാ നബിന്റെ ഒപ്പം കൂടാൻ സാധ്യതയുള്ള സ്വന്തം അനുയായികളെ ഫറോവ ഭീഷണിപ്പെടുത്തുന്നു. വിട്ടും ഞാൻ, കുരിശിലേക്കും ഞാൻ. അതിനും അവരെ കൊടുത്ത മറുപടി അതൊക്കെ വളരെ സിമ്പിൾ കേസാണ് മൂപ്പരെ. നിങ്ങളിപ്പോൾ ഞങ്ങളെ കൊല്ലുന്നല്ല പറയണത്. അനക്ക് വേണ്ടി എന്തൊക്കെ അണ്ടർഗ്രൗണ്ട് പ്രൊജക്ടുകൾ ഞങ്ങൾ നടത്തിയിരിക്കണം, എന്തൊക്കെ കാപട്യങ്ങളും കള്ളത്തരങ്ങളും, എന്തൊക്കെ ചതികളാണ് സാധാരണ മനുഷ്യരോട്, മതനേതൃത്വത്തിനും രാഷ്ട്രീയ നേതൃത്വത്തിനും ഉദ്യോഗസ്ഥനും എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്തത് അതുപോലെ. ഇതൊക്കെ അല്ല പൊറുക്കണത് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കൊല്ലുകയാണെങ്കിൽ കൊന്നോ. പക്ഷേ ഞങ്ങൾ അള്ളാന്റെ അടുത്ത് പൊറുക്കപ്പെട്ടവരും ആദ്യമായി വിശ്വസിച്ചവരുമായിട്ട് കടന്നു ചെല്ലാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ന് മൂസാ നബിയിലെ വിശ്വസിച്ചുകൊണ്ട് ഈ സാഹിറുകൾ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് ഒക്കെ പറയാം. ഞാൻ പറഞ്ഞത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് ഹബിലാ ഫിറഔൻ പോയപ്പോണ്ടായ പരിണതിയാണിത്. നീ പോകണം, പോകാനുള്ള കരുത്തുണ്ടാവണം. ഈ പോകാനുള്ള കരുത്തും ധാരണയും അറിവും കഴിവും ഒക്കെ ഉള്ളവരാണോ നമ്മൾ പറഞ്ഞല്ലോ. അവിടെയൊക്കെ ഇൻഡിവിജ്വൽ പ്രയോഗം. ഇത് ഹബ് ഇലാ ഫിറഔന, ഏറ്റവും വലിയ സംഘ. കാരണം മുസ്ലിം സമുദായം പോകാൻ റെഡിയൊന്നുമല്ല. മൂസാ നബിന്റെ ഒപ്പമുള്ള ടീം ചീഞ്ഞ് ആളിഞ്ഞ് പുളിഞ്ഞ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പരസ്പര തർക്കങ്ങളും ഒക്കെ ആയിട്ട് മുസ്ലിം സമുദായം പുഴുകുത്തി നിൽക്കുകയാണ്. തമ്മിൽ കുറ്റവാളികളായി, തമ്മിൽ ഉറ്റുകൊടുത്ത് ഫറോവയ്ക്ക് വേണ്ടി പോലും പണിയെടുക്കുന്നവർ മൂസാ നബിയുടെ സമുദായത്തിലുണ്ട്. അതുകൊണ്ട് ഓലയൊന്നും കാത്തുനിന്നിട്ട് അനക്ക് പോകാൻ പറ്റില്ല. ഇത് ഹബ് ഇലാ ഫിറഔന, നീ പോ, ധൈര്യത്തിൽ പോ. ഇപ്പൊ പറയുന്നുണ്ട്, എനിക്ക് പേടിയുണ്ട് പോലും. ഇന്ന വാക്കും മുസ്തമിയോ, നിങ്ങൾ പൊയ്ക്കോ, ഞാൻ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാനാണ് അയക്കുന്നത്. അതുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാനും നിർണ്ണയിക്കാനുമുള്ള കഴിവരിക്കുണ്ട്. ധൈര്യത്തിൽ നിങ്ങൾ പൊയ്ക്കോ എന്ന് മൂസാ നബിയോട് പറയുന്നുണ്ട്. ഇന്ന് പോകാൻ ആളില്ല, പോകാൻ പറയാനും ആളില്ല എന്നുള്ളതാണ് മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നം. ഫറോവമാരുടെ അടുത്തേക്ക് അവകാശത്തിന് വേണ്ടി, അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി, വിമോചനത്തിന് വേണ്ടി, വിപ്ലവത്തിന് വേണ്ടി സംസാരിക്കാൻ ധൈര്യമുള്ള മൂസമാരുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്നാണത്. ഇതിൻ്റെ ലളിതമായ വേറെയും കുറേ ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് സൂചിപ്പിക്കാം. കൂടുതൽ ആഴത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുക. കരുണാവാരിധി അല്ലാഹു മഹാപ്രവാചകന്മാരുടെ പാഠങ്ങളിൽ നിന്ന് സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമ്മെയും നമ്മുടെ സംവിധാനങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരന്മാരെ, ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ, ഇതിൻ്റെ ആഴങ്ങളിലേക്കൊന്നും ഇറങ്ങി വിഷയങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നവരല്ല നമ്മൾ. ശരിക്കും ഖുർആനികമായി പഠനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മുസ്ലിം വ്യക്തി, സംഘം, കുടുംബം എന്നൊക്കെയുള്ള നിലക്ക് നമുക്ക് കരുത്ത് ലഭിക്കണമെങ്കിൽ, നമുക്ക് നമ്മളെ മനസ്സിലാവണമെങ്കിൽ ഈ മഹാപ്രവാചകൻ്റെ ചരിത്രവും പാഠങ്ങളൊക്കെ നമ്മൾ എടുക്കണം. അത് വ്യക്തിപരമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. പലപ്പോഴും നമ്മൾ ഉണർത്തിയിട്ടുണ്ട്. ഈ മാസം അതിനുള്ളൊരു അവസരമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം. മൂസാ നബിയുടെ ചരിത്രം, മൂസാ നബിയുടെ കുടുംബത്തിൻ്റെ ചരിത്രം പഠിച്ചെടുക്കാനുള്ളൊരു അവസരമാക്കി മഹറമാസം തീരുന്നതിൻ്റെ ഇടയിൽ കുറച്ചെങ്കിലുമൊക്കെ അത്തരം കാര്യങ്ങൾ നടക്കണമെന്ന്, ആ വിഷയത്തിലൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് എന്നെ നിങ്ങളെ ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും പുറത്തുതരുമാറാകട്ടെ. കൂടുതൽ നന്മയും വിശുദ്ധിയും മൂല്യങ്ങളുമുള്ള സമൂഹമായിട്ട് മാറാൻ, വ്യക്തികളും സമൂഹവുമായിട്ട് മാറാൻ അള്ളാഹുവേ, മുസ്ലിം ഉമ്മത്തിനെ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ ഞങ്ങളോട് കരുണ കാണിക്കണേ റഹ്മാനെ. വലിയ ഭയാനകമായ നിലപാടുകളും നടപടികളുമൊക്കെ പ്രയോഗിക്കപ്പെടാൻ പരുവത്തിൽ പല അണ്ടർഗ്രൗണ്ട് പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞങ്ങളുള്ളത്. കരുണാവാരിധി അള്ളാഹുവേ, ഈ ഉമ്മത്തിനെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ നാടിനെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇന്ത്യയും കേരളവും പറഞ്ഞ ആസാമും ഗുജറാത്തുമൊക്കെയുള്ള ഈ നാട്, ഈ നാട്ടിലുള്ള മനുഷ്യരോട് കരുണ കാണിക്കണേ റഹ്മാനെ. ഐക്യവും സമാധാനവും ഒരുമയും സാഹോദര്യവും ഒക്കെ നിലനിൽക്കുന്ന അന്തരീക്ഷങ്ങൾ നൽകി
അള്ളാഹുവേ ഈ നാടിനോട് നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, വാർദ്ധക്യം, രോഗങ്ങൾ, വയസ്സ്, മാനസിക പ്രശ്നങ്ങൾ ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് നീ ശിഫ നൽകി, സലാമത്ത് നൽകി, ആഫിയത്ത് നൽകി അവരെയോട് നീ കരുണ കാണിക്കണേ റഹ്മാനെ. അവരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇഹലോകത്തും പരലോകത്തും ഞങ്ങളോട് ചെറുപ്പത്തിൽ എങ്ങനെയാണോ അവർ കരുണ കാണിച്ചത് അതിനേക്കാൾ നന്നായി ഇഹത്തിലും പരത്തിലും നീ അവരെ അനുഗ്രഹിക്കണേ റബ്ബേ. അവരോട് നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു ഞങ്ങളുടെ ഉമ്മാരുണ്ട്, ഉപ്പാരുണ്ട്, ഇണകളും കുട്ടികളും നേതാക്കന്മാരും സഹപ്രവർത്തകരും ഉണ്ട്. മഗ്ഫിറത്തും മർഹമത്തും റാഹത്തും നൽകി നീ അവരെ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ, വ്യക്തിപരമായി ഞങ്ങളുടെയൊക്കെ പ്രശ്നങ്ങളിൽ, കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ട്, മക്കളും പെൺകുട്ടികളും ഇണകളും ഒക്കെ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളുടെ ധാരാളം സമ്മർദ്ദങ്ങൾ, സംഘർഷങ്ങൾ, വേദനകളും സങ്കടങ്ങളിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നവരാണ് ഞങ്ങൾ. തുറവികൾ നൽകി, വിശാലതകൾ നൽകി, പരിഹാരങ്ങൾ നൽകി, സുരക്ഷിതത്വം നൽകി അല്ലാഹുവേ നീ ഞങ്ങളെ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളെക്കാൾ ഞങ്ങൾക്ക് നല്ലതെന്താണെന്നറിയുന്നത് നീയാണ്. അത് നൽകി ഞങ്ങളോട് നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളോട് നീ പൊറുക്കണ തമ്പുരാനെ. അന്ന് ഗസയിൽ വലിയ പോരാട്ടത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ആ സഹോദരന്മാർക്ക് അല്ലാഹുവേ എല്ലാ സ്വബറും ഇസ്തിഖാമത്തും സലാമും സബത്തും വറദത്തും അമ്നും റാഹും എന്താണ് അവർക്ക് വേണ്ടത് അതൊക്കെ നൽകി അവരെ നീ സഹായിക്കണേ റഹ്മാനെ. വിട്ടുവീഴ്ചയില്ലാതെ ഓരോ ദിവസത്തിലും വേദനാജനകമായ സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും കട്ടിച്ചു നിൽക്കുന്ന അതിജീവിക്കാനുള്ള അത്യന്തം ത്യാഗപൂർണമായ നിലപാടിൽ നിന്നുകൊണ്ട് പോരാടിക്കൊണ്ടിരിക്കുന്ന ആ സഹോദരന്മാരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരോട് നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. ഇസ്രായേലിൻ്റെ കാപട്യങ്ങൾ, അതിൻ്റെ കള്ളത്തരങ്ങൾ, അതിൻ്റെ കുതന്ത്രങ്ങൾ അതിനെ നീ തകർത്തെറിയണേ തമ്പുരാനെ. ഒരുമിച്ച് നിൽക്കാനും പിടിച്ചു നിൽക്കാനും അതിജീവിക്കാനും ഒക്കെയുള്ള കരുത്ത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള മുസ്ലിം ഉമ്മത്തിന് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. വലിയ പരീക്ഷണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നുമൊക്കെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ മനുഷ്യരോടും സ്നേഹത്തിലും കാരുണ്യത്തിലും നിലകൊള്ളാനുള്ള വിശാലതകളും സാമൂഹികമായ സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ നൽകി ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളോട് നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അർഹംനാ യാ അർഹമർ റഹീമീൻ. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب صراهم واجعل الجنة مأواهم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. اللهم أجرنا من النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله